ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, കണ്ണിന് ചുറ്റുമുള്ള ഈ ഒരു കറുപ്പുണ്ടല്ലോ, എല്ലാവരുടെയും പ്രശ്നമാണല്ലോ ഈ ഒരു കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ്. അപ്പോൾ അത് പോകാൻ പറ്റിയ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെമഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ പിന്നെ സമയം കണ്ടിട്ട് നമുക്ക് എന്താണെന്നൊന്ന് വേഗം കണ്ടിട്ട് തരാം. അപ്പോൾ അതിനായിട്ട് ആദ്യം എടുക്കേണ്ടത് കോഫി പൗഡറാണ്. ഒരു 1/4 ടീസ്പൂൺ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത് കേടാണ് കേട്ടോ. അധികം പുളിയില്ലാത്ത തൈരുണ്ടല്ലോ, അത് ഒരു 1/2 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് കോക്കനട്ട് ഓയിലാണ് കേട്ടോ. ഒരു 3 ഡ്രോപ്സ് കോക്കനട്ട് ഓയിലും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എനിക്ക് ഈ ടോ പറച്ചിൽ എന്താണെന്ന് അറിയില്ല കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഒരു വ്യൂവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ടോ പറച്ചിൽ ഭയങ്കര അപാരമാണെന്ന്. ഞാൻ എത്ര ശ്രമിച്ചിട്ടും അത് നിൽക്കണില്ല കേട്ടോ, എല്ലാവരും ക്ഷമിക്കാം. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, കണ്ണിന് ചുറ്റും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. ഈ ടോ എന്നെ കൊണ്ടാണ് പോകുമെന്ന് തോന്നണത്. അപ്പോൾ നിങ്ങൾക്കത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സോറി കേട്ടോ, ഈശ്വര. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ നല്ല തിക്കായിട്ട് തന്നെ കണ്ണിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പലർക്കും പല രീതിയിലായിരിക്കും. ചിലർക്ക് കണ്ണിന് താഴെയായിട്ട് ഭയങ്കരമായിട്ട് ഡാർക്ക് സർക്കിൾ ഉണ്ടാവും, മേലെ അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതനുസരിച്ച് നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എൻ്റെ കണ്ണിലോട്ട് ചെറുതായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് നീറ്റിലൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊരു 10 മിനിറ്റ്സിന് ശേഷം വാഷ് ഔട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാഷൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മസാജ്, ഒരു സർക്കുലർ മോഷനിൽ ജസ്റ്റ് ഒന്ന് മസാജും കൂടി ചെയ്യണം, നന്നായിരിക്കും കേട്ടോ. നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് നടക്കാനായിട്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. കോഫി പൗഡർ നമുക്കറിയാം നമ്മുടെ സ്കിൻ നന്നായിട്ട് തന്നെ ബ്രൈറ്റൻ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ്. ഞാൻ കോഫി പൗഡർ വെച്ചിട്ട് ഒത്തിരി പാക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പോയി ഒന്ന് കാണാം കേട്ടോ. പിന്നെ കേടാണെങ്കിൽ കേടിൻ്റെയും തൈരിൻ്റെയും ഞാൻ പാക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. അപ്പോൾ ഇത് പിന്നെ വെളിച്ചെണ്ണ ആണെങ്കിൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടല്ലോ, കറുത്ത പാടുകളൊക്കെ നന്നായിട്ട് തന്നെ കുറയാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു 1 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. 1 വീക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് കുറയണില്ലെങ്കിൽ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പക്ഷേ നിങ്ങളിതൊരു 1 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ തന്നെ ആ ഒരു കറുപ്പ് നന്നായിട്ട് തന്നെ കുറയുന്നതായിരിക്കും കേട്ടോ. സോ അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു കണ്ടന്റ് ആയിട്ട് കാണാം. ബൈ.